പശ്ചിമേഷ്യയിലെ ഗസയിലെ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാറിനെ വധിച്ചെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് മുൻ മേധാവി യഹിയ സിൻവാറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. സിൻവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇത്. ഈ മാസം 13-ന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റുന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥിരീകരണം. മുൻ ഹമാസ് മേധാവി യഹിയ സിൻവാറിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു യഹിയ സിൻവാർ. 2024 ഒക്ടോബറിൽ തെക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസ് നേതൃത്വം ഏറ്റെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിക്കടിയിലുള്ള രഹസ്യകേന്ദ്രത്തിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിലാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഇസ്രായേലിന്റെ ഭീകരപട്ടികയിലെ ആദ്യ പേരുകാരനായിരുന്നു മുഹമ്മദ് സിൻവാർ. 1990കളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി 9 മാസം ഇസ്രായേലിലും 3 വർഷം രമല്ലയിലും തടവിലിട്ടിരുന്നു. 2000-ൽ സിൻവാർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സിൻവാറിനു പുറമെ റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ സഹായികളും കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24.